ഒരുക്കം കഴിഞ്ഞു എന്ന് വെച്ചാ തമ്പ്രാട്ടി ഇങ്ങോട്ട് എഴുന്നള്ളൂ ആവോ. എന്താ എടീ ഒരുങ്ങി കഴിഞ്ഞു ഒന്ന് ഇറങ്ങി വരാൻ. 3 മണിക്കൂറായി അവള് ഒരുങ്ങാൻ തുടങ്ങി. കാര്യം ചെയ്യാൻ സമ്മതിക്കരുത് കേട്ടോ. മാർക്കറ്റിൽ പോകാൻ ഈ സാരി എന്താ സാരിക്ക് കുഴപ്പം? എടീ ഇത് പുതിയ സാരി അല്ലേ? ഇത് പഴയ സാരിയാ. അപ്പൊ പഴയ സാരി എങ്ങനെയാണെങ്കിൽ പുതിയ സാരി എങ്ങനെ ഇരിക്കും? തല കുത്തി നിൽക്കും. രാവിലെ എന്നോട് തല്ലി പിടിക്കാൻ വരില്ലേ? അതെ, കടയിൽ നിന്ന് മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയോ? അവസാനം കടയുടെ അവിടെ ചെന്ന് നിന്നിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു പളവള അലച്ചാണ്ടല്ലോ. മേടിക്കാനുള്ള കാശ് എന്റെ ഇല്ല. എനിക്കറിയാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ കാശ് ചെലവാക്കാൻ പറ്റില്ല പിശുക്കൻ. പിന്നെ നീ വീട്ടിൽ നിന്ന് വന്നപ്പോ ഇവിടെ കൊണ്ട് അടുക്കി വെച്ചേക്കല്ലേ? അടുക്കി വെച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും വീട്ടുകാരെ പറഞ്ഞോളണം. ഓ നാശം. എന്താണ് പറഞ്ഞേ? നിങ്ങളല്ല ഈ പൂട്ടിനെ പറഞ്ഞതാ. എന്ത് പറഞ്ഞാലും ചാടി പിടിച്ചോളണേ. നിന്റെ പായന്ന് എപ്പോഴും ഇതൊക്കെയല്ലേ വരുന്നേ. എന്നെയാണോ പൂട്ടിനെയാണോന്ന് ഞാൻ എങ്ങനെ അറിയും? എങ്ങനെ പറയാതിരിക്കും? എത്ര നാളായി ഈ പൂട്ടൊന്ന് ശരിയാക്കാൻ പറഞ്ഞ? ഇതുവരെ പറ്റിയോ നിങ്ങൾക്ക്? ഓ ഇനി ഇത് പൂട്ടാത്തോണ്ടാ കുഴപ്പം. ഇവിടെ നിറയെ ഇരിക്കുകയല്ലേ. ബി നില പറയല്ലേ, ബി നില പറ. തുറന്ന് മലത്തിട്ടിട്ട് പോവാം. ഇട്ടിട്ട് പോടി, ഒന്നും ഇവിടെ സംഭവിക്കുമല്ല. ആ ഇപ്പൊ എന്തെന്നാ നോക്കാനല്ല, ഞാനെല്ലാം എഴുതിയിട്ടിടുന്നുണ്ടാ. ഇനി ഞാനൊന്ന് നോക്കട്ടെ. വായിച്ചു കഴിയുമ്പോ ഇപ്പൊ എല്ലാം കൊള്ളാവും. ഇവിടെ ആരുടെയാ കല്യാണം? എന്താ? മല്ലിപ്പൊടി 2 പാക്കറ്റ്, മുളക് പൊടി 2 പാക്കറ്റ്, മഞ്ഞപ്പൊടി 2 പാക്കറ്റ്. അതെന്താന്ന് മന്മതേട്ടാ? കൈയെടുക്ക്. ഈ സത്യ പ്രോഡക്റ്റിന്റെ 2 പാക്കറ്റ് വീതം മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമ്മാനം കിട്ടും നമുക്ക്. പട്ട് സാരി, സ്വർണ്ണ നാണയം, അങ്ങനെ എന്തൊക്കെ. പിന്നില്ലേ ബമ്പർ സമ്മാനം എന്താണെന്നറിയാമോ? ടൂറ് വിമാനത്തില്. എങ്ങോട്ടാന്ന് ചോദിക്ക്. എവിടെ? സിംഗപ്പൂര്. എന്തല്ലേ? സിംഗപ്പൂര് പോവാൻ എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിലും കൊണ്ടോണില്ല നിങ്ങളെ. സിംഗപ്പൂര് പോകാൻ പറ്റിയൊരു മുതല്. എടി ശ്യാമളെ, ഇച്ചിരി മല്ലിയും ഇച്ചിരി മുളകും ഒക്കെ മേടിച്ച് നമ്മുടെ വിശാലമായ ഈ മുറ്റത്തിട്ട് നല്ല വെയിലത്ത് ഉണക്കി അതിനെ പൊടിച്ച് അതുകൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കി ഭർത്താവ് വരുമ്പോ അതങ്ങോട്ട് വിളമ്പി കൊടുത്ത് ഒപ്പം ഭാര്യയും കൂടെ ഇരുന്ന് കഴിച്ച് ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ശരിയല്ലേ? നല്ല സന്തോഷായിരിക്കും. പറ്റുമോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ? എനിക്കതല്ല പണി. ഇനി ഈ പൊരിവേലത്തിരുന്ന് ഞാൻ ഉണക്കാനിരിക്കേ. ഒന്നും ചെയ്യണ്ടടി, ഒന്നും ചെയ്യണ്ട. ഇങ്ങ് തരണ്ട, വരാൻ നോക്കാനേ. ഇതെന്തിനാ ഈ പുഞ്ചാരി 25 കിലോ? എന്താ പുഞ്ചാരിന്ന് കേട്ടിട്ടില്ല? 25 കിലോ എന്തിനാ തിന്നാൻ? എടി 1 കിലോ പുഞ്ചാരിക്ക് 40 രൂപ വില. അതെ, വെറുതെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് തരൂല. റേഷൻ കടയിൽ നല്ല 1ാം ക്ലാസ് അരി കിട്ടും, കിലോയ്ക്ക് വെറും 1 രൂപയ്ക്ക്. അത് കഴിച്ചാൽ എന്താ കുഴപ്പം? റേഷന്റെ പട്ടിരിക്കും. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. റേഷൻ അരിയോട് പുച്ഛോടി നിനക്ക്? പുച്ഛോ? എന്താ റേഷൻ അരിക്ക് ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. മാനവും മര്യാദ ഉള്ളവരൊന്നും അത് കഴിക്കൂല. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഓ, നിന്റെ മാനവും മര്യാദയും നിലയും വിലയൊന്നും എന്നെ കൊണ്ട് പറയിക്കരുതേ. കുപ്പിയും പാട്ടയും പറക്കി നടന്നവന്റെ മോള് ഇവിടെ വന്ന് പെൻസിന് പോലെ ഇങ്ങനെ എല്ലാം ഇരുന്ന നീ എന്റെ കൂടെ ഇവിടെ വന്ന് റേഷൻ അരി നിന്ന് തന്നെ നീ ഇപ്പൊ ഇങ്ങനെ ആയത്. ഇപ്പൊ അവക്കത് പുച്ഛം. പറയാനിരിക്കുന്നുണ്ടോ? എന്തൊരു ഭംഗിയാ കാണാൻ. അതെ, റേഷൻ അരി കഴിച്ച് തന്നെ ഞാൻ ഇങ്ങനെ ആയെന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാവൂല, കാരണം നിങ്ങൾ അങ്ങനെയാണല്ലോ. പക്ഷെ ഞങ്ങളുടെ തറവാട്ടിൽ ആർക്കും ഇങ്ങനെ റേഷൻ അരി മേടിച്ച് തിന്ന് ജീവിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. തറ എന്തോ? തറയല്ല, നിങ്ങളുടെ തല. തറവാട്ട് പറയുമ്പോ പറയുന്ന ഒരു വീട്ടമ്മ. എന്തെന്നത്ര ഇളിക്കാനുള്ളത് അതിനകത്ത്? തമാശ. ഞാനിത് ആരോടൊന്ന് പറയും? രാമേട്ടനൊന്നുമില്ല, അവിടെ റോഡിലോട്ട് ഇറങ്ങിച്ചല്ലേ? അയ്യോ, റോഡിലോട്ടൊക്കെ പോയ ആൾക്കാർക്ക് ഇന്ന് ചിരിക്കാനേ നേരം കിട്ടും. ഇതെന്തിനാടി ഈ ഫെയർനെസ് ക്രീം 2 എണ്ണം? എനിക്ക് വേണം 2 എണ്ണം. നിനക്കാവാം. എടി നീ 2 അല്ല 200 പാക്കറ്റ് തേച്ചാലും നീ ഇങ്ങനെ ഇരിക്കും. വെറുതെ കമ്പനിക്ക് പേരുദോഷം ഉണ്ടാക്കരുത്. ഒരു കുഴപ്പമില്ല. നിങ്ങളെ പോലെ മരമോന്തല്ലല്ലോ എന്നെ കാണാനെങ്കിലും കുറച്ച് നല്ലതാ. വല്ലപ്പോഴും ഒക്കെ കണ്ണാടി നോക്കണം. ആയിക്കോട്ടെ, സമ്മതിച്ച്. ദേ അവിടെ ചെന്ന് നീ അതും പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കൊല്ലും ഞാൻ. എനിക്ക് എല്ലാ സാധനങ്ങളും സത്യാസിന്റെ തന്നെ വേണം. സത്യാസിന്റെ? എന്താ കുഴപ്പം? ആയിക്കോട്ടെ. എന്നാ താക്കോല് പിടിച്ചോ. ഇനി അത് കളഞ്ഞിട്ട് വരരുത്, എന്നോട് ചോദിക്കരുത്. ഇവിടെ വരണ്ടോ നിങ്ങള്? എവള് ഫെയർനെസ് ക്രീം തേച്ച് വെളുക്ക എങ്ങാനും ചെയ്താ എന്റെ കാര്യത്തിൽ തീരുമാനമാവും. വരുന്നടി, ഒന്ന് വിളിച്ചു പോവല്ലേ. ഓ, കണ്ടോ
നമ്മുടെ സത്യാസ് പ്രോഡക്ട്സ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ കടുക് പൊടിയെ പറ്റിയും ചമ്മന്തി പൊടിയെ പറ്റിയും എന്താണ് അഭിപ്രായം? അത് കുഴപ്പമില്ല സാർ. അല്ല, വെരി ടേസ്റ്റി. ഞാൻ കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. മണ്ടൂന് ഇഷ്ടപ്പെട്ടോ എന്നല്ല, എന്താണ് പൊതുജനങ്ങളുടെ ഇടയിൽ അഭിപ്രായം? പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടേസ്റ്റി, ഡിലീഷ്യസ് എന്നൊക്കെ മെസ്സേജ് വന്നു. നല്ല ഫീഡ്ബാക്ക് ഉണ്ട് സാർ. നല്ല ഫീഡ്ബാക്ക് അല്ലേ? നല്ല ഫീഡ്ബാക്ക് അല്ലേ? അങ്ങനെ വേണം. ആ പിന്നെ മണ്ടു, നമ്മുടെ മലയാളി വീട്ടമ്മമാര് മുളകരച്ചും തേങ്ങ അരച്ചും അവരുടെ ശരീരം ക്ഷീണിപ്പിച്ചുകൂടാ. അവരിരുന്ന് ടി വി കാണട്ടെ, ടി വിയിൽ സീരിയലുകൾ കാണട്ടെ, സിനിമകൾ കാണട്ടെ. സാറേ, അങ്ങനെ വെറുതെ ഇരുന്നാൽ വല്ല ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വരൂലേ? വരണമല്ലോ, അതാണല്ലോ നമ്മളുടെ ലക്ഷ്യം. അല്ല സാറേ, നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ കഴിക്കാൻ ആള് വേണ്ടേ? ആള് വേണം, പക്ഷെ അവർക്ക് അസുഖം വന്നാലല്ലേ നമ്മുടെ സഹോദര സ്ഥാപനമായ സത്യാസ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മരുന്നുകൾ ചെലവാകൂ. സാറിന്റെ ഒരു ബുദ്ധി. വിത്ത് വൺ ഫയർ ടു ബർഡ് അല്ലേ? എന്തത്? വിത്ത് വൺ ഫയർ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഒരു പിടിക്ക് രണ്ട് പക്ഷി, അത് കൊള്ളാലോ. അത് നമുക്ക് എവിടെയെങ്കിലും പ്രയോഗിക്കാം. പിന്നെ മണ്ടു, ഇതെന്റെ ബുദ്ധിയല്ല. അതെനിക്കറിയാം, സാറിന് ഇത്രയും ബുദ്ധിയൊന്നും ഇല്ല. സാറിന്റെ വൈഫിന്റെ ബുദ്ധിയല്ലേ? അവൾക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. ആധുനിക സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആധുനിക ശീതളപാനീയങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ബഹുരാഷ്ട്ര കമ്പനികൾക്കും ഇതുപോലുള്ള മരുന്ന് കമ്പനികളുണ്ട്. എന്തിനാ? അത് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വഴിയാധാരായവരെ ചികിത്സിക്കാൻ വേണ്ടി ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ സാർ. കറക്റ്റ്, വളരെ കറക്റ്റാണ്. നല്ല പരസ്യം കാണിച്ച് നല്ല നിറമുള്ള കവറുകളിൽ പൊതിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഫ്രീയും കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ വാങ്ങിച്ചോണ്ട് പോകും. പക്ഷെ നമ്മൾ കൊടുക്കാൻ പഠിക്കണം. സാറ്, നമ്മളത് പഠിച്ചല്ലോ, അതുകൊണ്ടല്ലേ നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ മൂവ് ആവുന്നത്. ഇപ്പോ ഒരാൾ മാർക്കറ്റിലേക്ക് പോകുന്നു, അയാൾ തിരിച്ചിറങ്ങി വരുമ്പോൾ അയാളുടെ ബാഗിൽ നിറയെ സത്യാസ് പ്രോഡക്റ്റിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടും. സത്യാസ് മഞ്ഞപ്പൊടി, സത്യാസ് മുളക് പൊടി, സത്യാസ് ഉലുവപ്പൊടി, സത്യാസ് ഉപ്പുപൊടി, സത്യാസ് സത്യാസ് സത്യാസ്, അങ്ങനെ എല്ലാം സത്യാസ്. മറിമായം.